നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ ബാഴ്സലോണ കളിച്ച മൂന്നാമത്തെ മത്സരം വിജയിച്ചു. 3-3 വിജയക്കുതിപ്പ് തുടരുകയാണ്. അരങ്ങേറ്റ മത്സരം കളിച്ച ഡാനി ഓൾമോ ഗോൾ അടിച്ചു. സ്വപ്ന തുല്യമായ തുടക്കമിട്ടിരിക്കുന്നു. ലാമിൻ യമാലിന് അസിസ്റ്റ് ചെറിയ പ്രായത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അവൻ തുടരുകയാണ്. പെഡ്രി മറ്റൊരു ഗോൾ അടിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വലിയ തിരിച്ചടി എന്ന് പറയാവുന്ന ഒരു പരിക്കും പറ്റിയിട്ടുണ്ട്. ബെർണാലിന് പരിക്ക് പറ്റി. അതൊരു പക്ഷേ സീസണിൽ അവർക്ക് വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. റയോ വല്ലക്കാനക്കെതിരെ 2-1 ബാഴ്സലോണയ്ക്ക് വിജയം. വല്ലക്കാനക്കായിട്ട് ഗോൾ അടിച്ചത് യുനായി ലോപ്പസ് ആയിരുന്നു. വല്ലക്കാനോയുടെ മൈതാനത്ത് പോയി നടന്ന മത്സരത്തിൽ ലെവൻഡോസ്കിയും ടോറസും റാഫിനിയും യമാലുമാണ് ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നത്. കളിയുടെ 9ാമത്തെ മിനിറ്റിൽ യുനായി ലോപ്പസിലൂടെ മുന്നിലെത്തിയ റയോ വല്ലക്കാനോ ആദ്യ പകുതിയിൽ ബാഴ്സലോണക്ക് ആ ഗോൾ മടക്കാൻ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിൽ ടോറസിന് പകരം ഡാനി ഓൾമോ കളിക്കളത്തിലേക്ക് വരുന്നു. കളിയുടെ 60ാമത്തെ മിനിറ്റിൽ പെഡ്രിയിലൂടെ ബാഴ്സലോണ ഗോൾ മടക്കിയടിക്കുന്നു. 73ാമത്തെ മിനിറ്റിൽ ബാഴ്സ വീണ്ടും പന്ത് വലയിലേക്ക് എത്തിച്ചു. റോബർട്ട് ലെവൻഡോസ്കി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വാർ ചെക്ക് ചെയ്ത റഫറി കൂണ്ടെ ആ ഒരു ഗോളിന്റെ ബിൽഡപ്പിൽ ഫൗൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗോൾ നിഷേധിക്കുകയായിരുന്നു. മത്സരം പുരോഗമിക്കവേ 82ാമത്തെ മിനിറ്റിലാണ് ഓൾമോയുടെ ഗോൾ പിറക്കുന്ന ഒരു കട്ട് ബാക്ക് പാസിലൂടെ പന്ത് ഓൾമോയിലേക്ക് എത്തിച്ചു ലാമിൻ യമാൽ. വളരെ മികച്ച രൂപത്തിലൊരു ഫിനിഷിങ്ങിലൂടെ ഓൾമോ പന്ത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ 2-1 വിജയം ബാഴ്സലോണയ്ക്ക് സമ്മാനിച്ചു. തൻ്റെ അരങ്ങേറ്റത്തിൽ വിജയ ഗോൾ നേടാൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടനാണ് ഡാനി ഓൾമോ. കളിച്ച 3 കളികളും വിജയിച്ച് 9 പോയിന്റോടെ ലാലിഗ ടേബിളിൽ ബാഴ്സലോണ ഇപ്പോൾ 1ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.